ഒരിക്കൽ ഗൗസ് ബിൻ ജമീൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു പെണ്ണ് വരികയാണ്. ആ നാട്ടിൽ അറിയപ്പെട്ട നർത്തകിയാണ്. ഡാൻസ് കളിച്ചുകൊണ്ട് നൃത്തം വെച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം വാങ്ങുന്ന പെണ്ണാണ്. ജനങ്ങൾക്ക് ആവേശമായ യുവതിയാണ്. ആ പെണ്ണ് വന്നുകൊണ്ട് ഗൗസ് ബിൻ ജമീൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്ത് ഒരുപാട് സമ്പത്ത് കൊടുക്കുകയാണ്, പണം കൊടുക്കുകയാണ്, പാരിതോഷികങ്ങൾ കൊടുക്കുകയാണ്. എന്തിനാണ് കൊടുക്കുന്നത്? ഈ ഭാഗത്തും അവർക്ക് സപ്പോർട്ട് ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഗൗസ് ബിൻ ജമീൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് പാരിതോഷികം നൽകിയത്. മഹാനവറുകളെ കണ്ടതും ആ പെണ്ണങ്ങ് ബോധരഹിതയായങ്ങ് വീണുപോയി. അല്പസമയം കഴിഞ്ഞപ്പോ പെണ്ണ് ബോധം വന്നപ്പോൾ ശൈഖ് അവറുകളോട് പറഞ്ഞു, ശൈഖ് അവറുകളെ, എന്തുകൊണ്ടാണെന്നറിയില്ല, പെട്ടെന്ന് എനിക്ക് തലകറക്കം സംഭവിച്ചു. ബഹുമാനപ്പെട്ട ഗൗസ് ബിൻ ജമീൽ പറഞ്ഞു, ഇത് വല്ലാത്ത ലോകമാണ്. ഈ ഭാഗത്തേക്ക് വന്നാൽ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പണ്ഡിതന്മാരുടെ ലോകമാണ്, സൂഫിവര്യരുടെ ലോകമാണ്. അതുകൊണ്ടാണ് നീ ബോധം കെട്ട് വീണുപോയത്. ആ പെണ്ണ് പറഞ്ഞു, എനിക്കും ഇതുപോലെ നല്ലത്തേക്ക് എത്താൻ താല്പര്യമുണ്ട്. ആ പെണ്ണിനോട് ഗൗസ് ബിൻ ജമീൽ പറയാണെന്നാൽ ഇവിടുത്തെ ജോലിക്ക് നിന്നോ നീ? അവിടെയുള്ള ഫക്കീറന്മാരായ പണ്ഡിതന്മാർക്ക് സൂഫിവര്യന്മാർക്ക് ഖിദ്മ ചെയ്തുകൊണ്ട് ആ പെണ്ണ് ജോലി ചെയ്യുകയാണ്. വെള്ളം കൊണ്ടുവരികയാണ്, ഭക്ഷണം പാകം ചെയ്യുകയാണ്, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അവസാനം ഈ പെണ്ണ് ശൈഖ് അവറുകളോട് പറയുകയാണ്, എനിക്ക് അള്ളാഹുവിനെ കാണാൻ, അള്ളാഹുവിന്റെ ആ ലഹരിയിൽ ആറാടാൻ വല്ലാത്ത താല്പര്യമുണ്ട്. ആ പെണ്ണ് കറകളഞ്ഞ ഒരു സത്യവിശ്വാസിയായി മാറിയിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഗൗസ് ബിൻ ജമീൽ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലായപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, അള്ളാഹുവിനെ കാണാൻ നിനക്ക് സമയമായിട്ടുണ്ട്. അധികം വൈകിയില്ല, ആ പെണ്ണ് ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി.